വള സിനിമ കണ്ടു. ഈ സിനിമയുടെ തുടക്കം മുതൽ ഭയങ്കര ഒരു മിസ്റ്ററി ഇതിനകത്ത് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഇന്നുവരെ സിനിമകളിൽ കണ്ടിട്ടില്ലാത്ത ഒരു ക്യൂരിയോസിറ്റി സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വരെ കിട്ടും. ഫസ്റ്റ് ഹാഫ് വരെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ആ ഒരു സംഭവം അങ്ങനെ ഒരു പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലാണ്. ഒരുപാട് മിസ്റ്ററി അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു ഭയങ്കര ദുരൂഹതയും അല്ലെങ്കിൽ ഒരു നിഗൂഢതയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ ഒരു നിഗൂഢത അങ്ങ് അസ്തമിക്കുമ്പോഴത്തേക്ക് സിനിമ എവിടെയൊക്കെയോ ഒരു നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പ്രതീക്ഷകൾ അത് ആ രീതിയിലാണ് കഥ തുടങ്ങുന്നത്. ഹാഫ് ഓഫ് ദ മൂവി കഴിയുമ്പോൾ അത് ഇൻ്റർവെൽ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സാധനം അങ്ങ് ലൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ റിയാലിറ്റിയിലോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ അതൊരു നോർമൽ മൂവിയായി മാറും. എനിവേ അത് ഒരു നെഗറ്റീവായിട്ട് ഞാൻ പറയല്ല. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ മിസ്റ്റിക്കൽ സംഭവത്തിൽ നിന്ന് ഒരു നോർമൽ മൂവിയായിട്ട് അതങ്ങോട്ട് ട്രാൻസ്ഫോം ആകുമ്പോഴത്തേക്ക് അതൊരു കുറവായിട്ട് തോന്നി. പക്ഷേ എന്ന് വെച്ചാൽ അത് മോശമൊന്നുമല്ല. സിനിമ വളരെ കൺവിൻസിങ് ആണ്. കാരണം നമ്മളെ അൾട്ടിമേറ്റ്ലി ഇതൊരു ഫിക്ഷൻ ജോണറിൽ വരുന്ന മൂവിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ക കൺവിൻസിങ് ആയിട്ടുള്ളൊരു കോണ്ടന്റ് ആണ്. പിന്നെ ഇതുവരെ മലയാള സിനിമയിൽ അങ്ങനെ ആരും ട്രൈ ചെയ്യാത്തൊരു സാധനമാണ്. അപ്പോൾ അതും ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ സിനിമ ഒട്ടും ലാഗൊന്നും അടുപ്പിക്കുന്ന ഒരു രീതിയിലൊന്നുമല്ല. വളരെ പ്രിസൈസ് ആയിട്ട് ഷോർട്സ് എടുത്തെടുത്ത് അങ്ങനെ പോകണം. അതുകൊണ്ട് ഒരു രസം ഉണ്ടായിരുന്നു. പുതിയ ആക്ടേഴ്സൊക്കെ 1-2 പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഫീമെയിൽ ആക്ടേഴ്സ് 2 പേരും പുതിയ ആക്ടേഴ്സാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല ഇതുവരെ. അവരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ലുക്മാൻ അവറാൻ, പുള്ളിയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ധ്യാൻ ശ്രീനിവാസനായിരുന്നാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ മുഹസിൻ, റൈറ്റർ ഹർഷാദ്. ഇതിലെ ഫൈറ്റ് സീക്വൻസുകളൊക്കെ നല്ല രസമാണ്. ക്യാമിയോ അല്ല, ഒരു അത്യാവശ്യം പ്രസൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഗോവിന്ദ് വസന്ത് വില്ലനായിട്ട് വന്നിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല ഹൈ റേഞ്ചിൽ പുള്ളി അത് പിടിച്ചിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിന്. അത് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ ഒരു സംഭവമായിട്ട് പുള്ളിക്ക് ആക്ട് ചെയ്യാനൊക്കെ കഴിയുമെന്നുള്ള ആ ഒരു സ്കില്ലുണ്ടെന്നുള്ളത് പുള്ളി അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു വില്ലനിഷ് സംഭവം നന്നായിട്ട് പുള്ളിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ അദ്ദേഹമാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതെ, നല്ല പാട്ടുകൾ ഉണ്ട്. അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ പുള്ളി എന്നാണ് ചെയ്തിരിക്കുന്നത്. ഗോവിന്ദ് വസന്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ സിനിമ രസമുണ്ടായിരുന്നു. നല്ല കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. അതായത് ഈ ഫസ്റ്റ് ഹാഫ് ഞാൻ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഒത്തിരി രസകരമായിട്ട് കൊണ്ടുപോയൊരു സിനിമയാണ്. പിന്നെ കുറേ കോമഡികളൊക്കെ അതിനകത്ത് വർക്കായിട്ടുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ ആ ഒരു ക്യാരക്ടർ നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുന്നൊരു സംഭവമാണ് ഈ സ്റ്റോറി ഓഫ് എ ബാംഗ്ലൂർ എന്ന് പറയുന്ന കണക്ക് തന്നെ. ഒത്തിരി കോൺഫ്ലിക്ട്സിലൂടെ ഇങ്ങനെ ഒരു മിസ്റ്ററി ഒക്കെ ഇങ്ങനെ അൺഫോൾഡ് ചെയ്യുന്ന കണക്കാണ് സിനിമ പോകുന്നത്. അങ്ങനെ ഈ പറഞ്ഞ കണക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് വന്നൊരു നോർമൽ മൂവി ആവുന്നിടത്ത് അല്ലെങ്കിൽ ഒരു സാധാരണ കഥയാണ് ഇതെന്നുള്ള ഒരു സംഭവത്തുനിന്ന് അവിടെ മുതൽ അപാകതകൾ തോന്നി. അപാകതകളല്ല, അത് മൂവി ഒട്ടും എഫക്ട് ചെയ്തിട്ടില്ല. ബട്ട് ആസ് എ വ്യൂവർ പെർസ്പെക്റ്റീവ് എനിക്ക് അങ്ങനെ കുറച്ച് ഇതായിട്ട് തോന്നി. ഒരു ഡൗൺ തോന്നി മൂവിക്ക്. പിന്നെ ഇതിനകത്ത് കുറച്ച് കലാപമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഒരു ക്ലാരിറ്റി ഒന്നിനും വരുന്നില്ല. അവിടെയൊക്കെ എനിക്ക് കുറച്ചൊരു മിസ്സിങ് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് പിന്നെ സിനിമ അങ്ങനെ അതായത് സെക്കൻഡ് ഹാഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിൽ ചില കൺഫ്യൂഷൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഡയറക്ടോറിയൽ പാർട്ടിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ട് എങ്ങനെയൊക്കെയോ പിന്നെ അതിനെ ഒന്ന് കവറപ്പ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുന്ന എനിക്ക് തോന്നി സിനിമ. പിന്നെ വിജയരാഘവനുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളൊക്കെ ശേഷം ശാന്തി കൃഷ്ണ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടറും ഒത്തിരി നിഗൂഢതകളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അവിടെ ഒക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഈ നിഗൂഢത എന്ന് ഞാൻ എടുത്തു പറയുന്നത് ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ സിനിമയുടെ ഒരു സംഭവമായി മാറിയത്. പക്ഷെ അത് ലാക്കായി അല്ലെങ്കിൽ അവിടെ നിന്ന് സിനിമ അങ്ങോട്ട് മാറുന്നിടത്തുനിന്ന് സിനിമയുടെ ആ ഒരു പഞ്ചങ്ങ് നഷ്ടപ്പെട്ടു. ബട്ട് എന്ന് വെച്ചിട്ട് സിനിമ വളരെ എൻജോയ് ചെയ്ത്, അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള സിനിമയിൽ ത്രൂ ഔട്ട് കണക്റ്റ് ആയിരുന്ന് കണ്ട ഒരു സിനിമയാണ്. അല്ല ഒട്ടും നമുക്കതിന്ന് അങ്ങോട്ട് പുറത്ത് സിനിമയിൽ നിന്ന് വെളിയിലായി പോയില്ല. അത്രയ്ക്ക് പിടിച്ചിരുത്തി കാണിച്ചൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഡയറക്ടോറിയൽ സക്സസ് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആയിരുന്നാലും മേക്കിങ്ങിൻ്റെ ഒക്കെ ആയിരുന്നാലും എല്ലാത്തിൻ്റെയും കൂടെ ഒരു ആകമൊത്ത തുകയാണ്, അല്ലെങ്കിൽ ഒരു സിങ്ക് ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. 100% വർക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയ്ക്ക് ഔട്ട് ഓഫ് 10 8 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.